പദാർത്ഥമാണ് ഇരുന്നിരുന്നതെങ്കിൽ ഇപ്പൊ എന്റെ സ്വഭാവം വേറൊന്നാവുമായിരുന്നു. റൈറ്റ്? അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ധരിക്കുന്ന ഡ്രസ് നമ്മുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കും. യാതൊരു സംശയമില്ല. ഇപ്പൊ ഈ ഡ്രസ്സ് നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾക്കൊരു IPS-കാരന്റെ യൂണിഫോം, പോലീസ് ഓഫീസറിന്റെ യൂണിഫോമാണ് തന്നാൽ നിങ്ങളുടെ ചിന്തകളിൽ എന്തു പോകും? ഞാനും പോലീസിനെ പോലെയാണ്. എന്നാൽ ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ലോഹയാണ് ഇടുന്നതെങ്കിൽ അതിന്റെ ഒരു ചിന്തകളിലേക്ക് പോകും. എന്തിന്? ചാന്ത് പൊട്ടെന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് സ്ത്രീവേഷം അഭിനയിച്ചിട്ട് 2 മാസക്കാലം എടുത്തു ആ സ്ത്രീത്വ ഭാവത്തിൽ നിന്ന് ദിലീപിന് മുക്തി കിട്ടാമെന്ന് ദിലീപ് തന്നെ പറഞ്ഞിരുന്നു. ഇനിയാണ് സയൻസ്. കുറച്ച് സയന്റിഫിക്കലായിട്ടേ പറയാൻ പറ്റൂ. ഞാൻ മതപ്രഭാഷണ പരമ്പരക്കാരനല്ല, ഞാൻ കഥാപ്രസംഗക്കാരനും അല്ല. ഞാൻ ഒരു ബയോളജി, മൈക്രോബയോളജി ശാസ്ത്രത്തിന്റെ സാറാണ്. അത് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു തരാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മുടെ ചിന്തകൾ നമ്മുടെ DNA-കളെ സ്വാധീനിക്കും. DNA-യും ക്രോമസോമെന്നും കേട്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിയേ. സന്തോഷം. ഈ DNA-കളും ക്രോമസോമുകളുമാണ് നമ്മുടെ സ്പേമിലൂടെ, നമ്മുടെ ഓവത്തിലൂടെ അടുത്ത തലമുറ മക്കളിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മുടെ ചിന്തകൾ DNA-കളെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ സ്ത്രീവേഷം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ജീൻസും ഷർട്ടും ഇട്ട്, ഇതായിരുന്നു വിമൻസ് കോളേജിൽ അന്നുണ്ടായ കോൺട്രവേഴ്സി. പക്ഷെ മുഴുവൻ പറയാൻ അവസരം കിട്ടിയില്ല. നിങ്ങൾ ആമ്പിള്ളേർ ധരിക്കുന്ന പോലെ ധരിക്കരുത്, ആമ്പിള്ളേർ ചാടുന്ന പോലെ ചാടരുത് എന്ന് ഞാൻ പറഞ്ഞു. പെൺകുട്ടികൾക്കൊരു അടക്കവും ഒതുക്കവും ഉണ്ടാകണം എന്ന് പറഞ്ഞു. അത് വിമൻസ് കോളേജ് ആയതുകൊണ്ട്. ആൺകുട്ടികളായിരുന്നെങ്കിൽ അതുകൂടെ ചേർത്ത് തന്നെയാണ് പറയുന്നത്. കാരണം അടക്കവും ഒതുക്കവുമുള്ള ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും മാത്രമേ നല്ല മക്കൾ ജനിക്കൂ. അതിലേക്ക് ഞാൻ രണ്ടാമത് വരാം. ആദ്യം ജീൻസിലേക്ക് പോകാം. പെൺകുട്ടി ജീൻസും ഷർട്ടും ഇട്ട് ധരിച്ചു നടക്കുമ്പോൾ അവളുടെ ചിന്താഗതികളിൽ ഞാനും ആണിനെ പോലെ തന്നെയാണെന്നുള്ള ചിന്തയുണ്ടാകും. ഈ ചിന്തയുണ്ടാക്കി നിരന്തരം ഈ ചിന്തയുണ്ടാകുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ നടക്കും. ഒന്ന്, അവളിലെ ആണിന്റെ സ്വഭാവത്തിന്റെ ജീനുകൾ ഉണരാൻ തുടങ്ങും. എന്താണ് ആണിന്റെ സ്വഭാവത്തിന്റെ ജീനുകൾ? നിർബന്ധ ബുദ്ധി, പിടിവാശി, കുറച്ച് അഹങ്കാരം, അനുസരണക്കുറവിന്റെ കുറച്ച് സാധനങ്ങൾ, നിഷേധാത്മകതയുടെ കുറച്ച് സാധനങ്ങൾ. ഇതൊക്കെ നമ്മൾ ആണുങ്ങളുടെ ഒരു കുത്തകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് രോഗിയാകുന്നതും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും. സ്ത്രീ സഹോദരിമാരുടെ ക്വാളിറ്റി എന്താണ്? സഹനം, സമർപ്പണം, ക്ഷമ, കരുണ, വാത്സല്യം, ആർദ്രത, അങ്ങനെ കുറേ ജീനുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ലോകത്ത് ഒരു ഉമ്മയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയായ പ്രസവ വേദന സഹിക്കാൻ പറ്റുന്നത്. ഒരിക്കലും ഒരു കാലത്തും ഒരു പുരുഷനും സഹിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ പ്രസവ വേദന. അതുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്ന അമ്മ എത്രയോ ഉയരങ്ങളിലാണ് നിൽക്കുന്നത്. ഒരു നല്ല അമ്മ, ഒരു നല്ല സഹോദരിയുടെ സ്ഥാനം എന്നെ സംബന്ധിച്ച് വളരെ ഉയരങ്ങളിലാണ്. അതുകൊണ്ടാണ് ഭാരത മാതാവ് എന്ന് ഭാരതത്തിൽ നമ്മൾ ആ കാഴ്ചപ്പാട് പറയുന്നത്. അല്ലാതെ ഭാരത അച്ഛൻ എന്ന് എവിടെയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ സ്ത്രീയുടെ സ്ഥാനം വളരെ ഉയരങ്ങളിലാണ്. അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, ആദരിക്കപ്പെടേണ്ടവളാണ്. അതിനുള്ള എല്ലാ സംഗതികളും വേദത്തിനകത്ത് കൃത്യമായിട്ടുണ്ട്. പക്ഷെ ഇനി പറയുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. വിശുദ്ധ ബൈബിളിൽ ഒരു വചനമുണ്ട്, കലഹക്കാരിയും ബഹളക്കാരിയുമായ ഭാര്യയാണ് വീട്ടിലുള്ളതെങ്കിൽ ഭർത്താവിന്റെ കൂടെ തട്ടിന്റെ മോളിൽ കയറിയിരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഒന്നുകൂടെയുണ്ട്, കോപശീലയും കലഹക്കാരിയുമാണ് ഭാര്യയെങ്കിൽ ഭർത്താവിന്റെ കൂടെ മരുഭൂമിയിൽ പോയി ജീവിച്ചോളാൻ. അതുകൊണ്ടാണ് എല്ലാവരും UAE വന്നതെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് ബൈബിളിൽ സുഭാഷിതങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വീട്ടിൽ കലഹവും ബഹളവും വെക്കുന്ന ഒരു സഹോദരി ആ വീട്ടിൽ പിശാചിന്റെ പ്രതിരൂപമായി മാറുന്നു. കാരണം ക്ഷമയും കരുണയും ആർദ്രതയും സഹനവുമുള്ള ഒരു സ്ത്രീക്ക്, ഒരമ്മയ്ക്ക് ആ കുടുംബത്തിനെ സ്വർഗമാക്കാൻ കഴിയും. പക്ഷേ തന്റെ ഭർത്താവിനേക്കാൾ പിടിവാശിയും ഭാര്യയേക്കാൾ പിടിവാശി ഭർത്താവും എന്നുള്ള തലത്തിൽ പുതിയ ഈ തലമുറയിലെ പലരും, ഒരു പരസ്യമുണ്ടല്ലോ,
ഇപ്പൊ കല്യാണം വേണ്ട, ഒരു 2-3 വർഷം കഴിയുമ്പോൾ മതി, അപ്പലല്ലേ നമ്മൾ ഈക്വൽ അങ്ങനെ ഒരു പരസ്യം വരാറുണ്ടല്ലോ. യെസ് ഓർ നോ? വിശ്വാസം അതല്ലേ എല്ലാം അല്ലേ? ഏതാ പരസ്യം? ആരാ പറയുന്നത്? ഓക്കെ, ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായല്ലോ നമ്മൾ അടിമകളാണ് എന്ന്. ആരുടെ? പരസ്യക്കാരുടെ. അപ്പൊ നിങ്ങളുടെ മക്കൾ എങ്ങനെ നിങ്ങളുടേതാകും? അവർ പരസ്യക്കാരുടെ അടിമകളല്ലേ? അവർ പടച്ചോന്റെ അടിമയല്ലല്ലോ, അവർ ഖുർആന്റെ അടിമയല്ലല്ലോ. സോ നിങ്ങളുടെ മക്കൾ നിങ്ങളല്ല എന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ 2 വട്ടം പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ്? ശരീരം കൊണ്ട് അവർ നിങ്ങളുടേതാണ്, പക്ഷെ അകം കൊണ്ട് അവർ നിങ്ങളുടേതായിരുന്നു പണ്ട്, ഇപ്പോ അല്ല എന്നാണ് പറഞ്ഞത്. ബാക്കി നമുക്ക് നാളെ കാണാം. അപ്പൊ നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് പോകുന്നു. ജീൻസ്. ഈ ചിന്ത പെൺകുട്ടിയിൽ ആണിന്റെ സ്വഭാവം വർദ്ധിപ്പിക്കും. ഒരു പെണ്ണിൽ സ്ത്രീത്വം വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ, നമ്മളൊരു ഹോർമോണൽ എൻഡോക്രൈൻ സിസ്റ്റവും കൂടെ ഉള്ള ആളാണ്. പെണ്ണിന്റെ ക്വാളിറ്റി ആകുന്നത്, ഇവിടെ ഹോസ്പിറ്റലിലെ പ്രൊഫഷൻസ് വരെ ഇരിപ്പുണ്ട്, ഒരു സ്ത്രീ ഒരു ഉത്തമയായ സ്ത്രീ ആകുന്നത് അവളിൽ സ്ത്രീത്വം വർദ്ധിക്കുമ്പോഴാണ്, അതോ പുരുഷത്വം വർദ്ധിക്കുമ്പോഴാണോ? സ്ത്രീയിൽ സ്ത്രീത്വം വർദ്ധിക്കുന്നതിനുള്ള ഹോർമോണാണ് ഈസ്ട്രോജൻ. റൈറ്റ്? പുരുഷന്റെ ഹോർമോൺ വർദ്ധിപ്പിക്കുന്ന ആ ഹോർമോണാണ്, അല്ലെങ്കിൽ പുരുഷത്വം വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ്രോജൻ എന്ന ക്ലാസ് ഓഫ് ഹോർമോൺ. ആൻഡ്രോജൻ. ഡോക്ടറും ഇരിപ്പുണ്ട്. ശരിയല്ലേ ഡോക്ടർ? ശരിയാണ്. ഇനിയാണ് എന്റെ ചോദ്യം. എന്റെ മകളെ ഞാൻ പുരുഷവേഷം കെട്ടിച്ചു കൊണ്ടു നടക്കുമ്പോൾ പുരുഷന്റെ ചിന്തകളും സ്വഭാവങ്ങളും എന്റെ മകളിലേക്ക് എത്തിച്ചേർന്നാൽ ഗ്രാജുവലി കുറച്ചു കഴിയുമ്പോൾ പെൺകുട്ടിയുടെ ഈസ്ട്രോജന്റെ ലെവൽ കുറയുമോ കൂടുമോ? കുറയും. പക്ഷെ നമ്മൾ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിയിൽ തന്നെ ദൈവം മണ്ടനല്ല, അള്ളാഹു പടച്ചോൻ ദൈവം മണ്ടനല്ല. ദൈവം നമ്മളിൽ ഈ 2 ഹോർമോണും തന്നിട്ടുണ്ട്. നമ്മളിൽ തന്നെ ആൻഡ്രോജനുമുണ്ട്, നമ്മളിൽ തന്നെ ഈസ്ട്രോജനുമുണ്ട്. ശരിയല്ലേ ഡോക്ടർ? യെസ്. ഞാൻ എന്റെ പുരുഷത്വത്തെ കുറച്ചുകൊണ്ട് എന്റെ സ്ത്രീത്വം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ആ ശീലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രാജുവലി എന്റെ ആൻഡ്രോജന്റെ ലെവൽ ഒരു ജസ്റ്റ് മൈന്യൂട്ട് അളവ് കുറയുകയും, അല്ലെങ്കിൽ ഈസ്ട്രോജന്റെ അളവ് ഒരു മൈന്യൂട്ട് പാർട്സ് പെർ മില്യൺ ppm അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് അളവ് ഒന്ന് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്നിൽ സ്ത്രീ സഹജമായ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുകയും പുരുഷന്റെ ക്യാരക്ടേഴ്സ് കുറയുകയും ചെയ്യും. ദെൻ സ്ത്രീയിലേക്ക് നേരെ പോകുമ്പോൾ പെൺകുട്ടികളിൽ പുരുഷന്റെ ഹോർമോൺ ഒരു ലെവൽ ഒരു തുള്ളി കൂടുകയും സ്ത്രീയുടെ ഹോർമോൺ അല്പം ലെവൽ കുറയുകയോ സ്റ്റേബിളോ ആവട്ടെ, പക്ഷെ പുരുഷന്റെ ഹോർമോൺ ഒരു തുള്ളി കൂടുകയാണെങ്കിൽ, ഞാൻ ബഹറിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച തിരിച്ചു വരാനായി എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ന്യൂലി വെഡഡ് കപ്പിളായിട്ടുള്ള ആൾക്കാരെന്ന് പറയില്ല, എന്നെ കൊന്നാലും പറയില്ല, ഒരു ഫാമിലി, അവിടെ തെളിവുണ്ട്, 2 ഫാമിലി ഒരുമിച്ച് വന്നു ഗിഫ്റ്റുകളും ഒക്കെ ആയിട്ട്. അതിൽ ആ ഒരു ഫാമിലി മറ്റേ ഫാമിലിയുടെ മുമ്പ് വെച്ച് തന്നെ പറഞ്ഞു, സാർ പറഞ്ഞത് മുഴുവൻ എന്റെ ലൈഫിൽ കറക്റ്റാണ്. ഞങ്ങൾ 6 വർഷമായി കല്യാണം കഴിച്ചിട്ട് എന്റെ ഹസ്ബൻഡിന് ഒരു പ്രോബ്ലവുമില്ല. എനിക്ക് ഒരു കുഞ്ഞു പ്രോബ്ലം ഉണ്ട്. സാറ് പറഞ്ഞതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ, ആൻഡ്രോജൻ എന്ന ആ ടെസ്റ്റോസ്റ്റിറോണിൻ എന്നിൽ ഒരല്പം കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് കുഞ്ഞ് ജനിക്കുന്നില്ല എന്ന്. ശരിയല്ലേ ഡോക്ടറെ? നിങ്ങളുടെ മക്കളെ, അതും പെൺമക്കളെ, ആണിന്റെ വേഷം ധരിപ്പിച്ച് ആണിന്റെ ചിന്തകളിലൂടെ നിങ്ങൾ വളർത്തുമ്പോൾ നമ്പർ 1, ഒരുപക്ഷെ വരും ഭാവിയിൽ ആ മക്കൾക്ക് മക്കൾ ജനിക്കണം എന്നില്ല. അഹങ്കാരിയുടെ ഭവനം പടച്ചോൻ തകർക്കും. 2, ഇന്ന് കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ് ക്യാൻസറിന്. റൈറ്റ്? കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് രാത്രി വരുന്ന മാവേലി എക്സ്പ്രസിലും കണ്ണൂർ എക്സ്പ്രസിലും മാംഗ്ലൂർ എക്സ്പ്രസിലും ഒക്കെ നമ്മൾ മലബാറിലും ഒക്കെ നോക്കിയാൽ പല റിസർവേഷൻ സീറ്റുകളിലും കിടത്തിയും ഇരുത്തിയും കൊണ്ടുവരുന്ന നമ്മുടെ സഹോദരങ്ങളെ കാണാം. മിക്കവരും വരുന്നത് ട്രിവാൻഡ്രം RCCയിലേക്കും CH സെന്ററിലേക്കുമാണ്.
എന്റെ ഏകദേശ കണക്കുകൂട്ടലനുസരിച്ച് 2020 25 പേരിൽ ഒരാൾ ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഇരിക്കുന്ന 100 പേരിൽ 4 പേർ, 1000 പേരിൽ 40 പേർ. 2020-25 തന്നെ വരും. 20. ഇന്ന് കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ് ക്യാൻസറിന്. അഹങ്കാരികളുടെ നാടല്ലേ നമ്മളിപ്പോ? ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള നിലയിൽ നിന്നും വ്യത്യാസമായിക്കൊണ്ട് നമ്മൾ ഡബിൾസ് ഓൺ കൺട്രിയിലേക്ക് മാറുമ്പോൾ പൂർവികരും മറ്റു പലരും ഓർത്തോർത്ത് കരയുന്നു. എങ്ങനെയാണ് ക്യാൻസർ വരുന്നത്? വളരെ സിമ്പിളാണ്. നമ്മളിൽ തന്നെ അതിന്റെ ജീനുകൾ ഇരിപ്പുണ്ട്. ഓരോ സെല്ലുകളിലും പ്രോട്ടോ ഓങ്കോജീൻ എന്ന് പറയുന്ന രീതിയിലാണ് ഓങ്കോജീനായ ക്യാൻസർ ജീൻ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ഈ പ്രോട്ടോ ഓങ്കോജീൻ എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ഉറങ്ങിയിരിക്കുന്ന ജീനുകളെ ഏതെങ്കിലും സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കെമിക്കലുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സംഗതി ഇവനെ ഉണർത്തിക്കഴിഞ്ഞാൽ ഈ പ്രോട്ടോ ഓങ്കോജീൻ എന്ന് പറയുന്ന ജീൻ ഓങ്കോജീനായി മാറുകയും ആ ഭാഗം ക്യാൻസറായി മാറുകയും ചെയ്യും. സോ നമ്മളുടെ മുൻകോപം, ക്ഷമയില്ലായ്മ, പൊട്ടിത്തെറിക്കൽ, വഴക്ക്, നിഷേധാത്മകത, ഇങ്ങനെയുള്ള പല പല പ്രവർത്തനങ്ങളും നമ്മുടെ ഉള്ളിലെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ മാറ്റുകയും നമ്മളിൽ കുറെ അധികം ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതിലെ ഏറ്റവും പ്രോബ്ലമാറ്റിക് ഉള്ള ഹോർമോണുകളിലെ ഒന്നാണ് അഡ്രിനാലിൻ എന്ന് പറയുന്ന കിഡ്നി അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡ്, കിഡ്നിയുടെ മുകളിലിരിക്കുന്ന അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനാലിൻ. അപ്പൊ നമ്മുടെ ബോഡിയിൽ വേണ്ടാത്ത ഹോർമോണുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വേണ്ടാത്ത സാധനങ്ങൾ ഉണരും, അത് നമുക്ക് പണി തരും. 3, ടൈറ്റ് ജീൻസ് ഇട്ട് നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ വളർത്തുമ്പോൾ എന്റെ ചോദ്യം, പെൺകുട്ടിയുടെ ശരീരം വളർന്നു കഴിഞ്ഞ സമയമാണോ വളരുന്ന സമയമാണോ ഈ LPS, UPS, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി കാലഘട്ടം? വളർന്നതാണോ വളർന്നു കഴിഞ്ഞതാണോ? വളരുന്ന സമയം. വളരുന്ന സമയത്ത് ഈ ടൈറ്റ് ഡ്രസ് ഇട്ട് വളർത്തിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ പെൽവിക്സ് എന്ന് പറഞ്ഞ ഇടുപ്പ് വികസിക്കുമോ ചുരുങ്ങുമോ? ചുരുങ്ങും. അപ്പൊ എന്റെ ഒരു സംശയം, അതിനകത്തെ യൂട്രസിന്റെ സൈസ് എന്ന് പറയുന്നത് ഈ ചുരുങ്ങിയ പെൽവിക്സിനകത്ത് വികസിച്ചതായിരിക്കുമോ ചുരുങ്ങിയിരിക്കുമോ? ചുരുങ്ങിയിരിക്കും. ഒരു നല്ല പയ്യന് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് അവന്റെ സ്പേം എന്ന് പറയുന്നത് വർക്ക് ചെയ്ത് കുഞ്ഞ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ചുരുങ്ങിയ പെൽവിക്സിൽ, ചുരുങ്ങിയ യൂട്രസിനകത്ത് എങ്ങനെയാണ് 2.5 കിലോ 3 കിലോ ഉള്ള നല്ല ഹെൽത്തി കുട്ടി ഡെവലപ്പ് ചെയ്ത് കയറി വരിക? പറ. ഈ ഇരിക്കുന്ന വാപ്പമാരായ നിങ്ങളെ പലരെയും കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. കാരണം എന്താ അറിയാമോ? നിങ്ങളെയൊക്കെ കണ്ടാൽ ഗജ കില്ലാടിമാരെ പോലെ ഇരിക്കുന്നു. കാരണം നിങ്ങളുടെ വാപ്പമാരും ഉമ്മമാരും ജീൻസ് ഇട്ടിട്ടില്ല, ഏറ്റവും നല്ല ആഹാരമാണ് കഴിച്ചിരുന്നത്. എന്നാൽ പുതിയ തലമുറയിലെ ആൺകുട്ടികൾ ടൈറ്റ് ജീൻസും ഇട്ടുകൊണ്ട് 5-ാം ക്ലാസ് തൊട്ടല്ല 5 വയസ്സ് തൊട്ട്, എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ ഉമ്മമാര് മക്കളെ പ്രസവിച്ചിടുന്നത് തന്നെ ജീൻസിനകത്തേക്കാണ്. ആൺമക്കളെ സ്രഷ്ടാവ് സൃഷ്ടിച്ചപ്പോൾ 2 കാര്യം ചേർത്ത് പറയാണ്, പെൺകുട്ടിയെ മാത്രമല്ല നിന്റെ മകനെയും കൂടെ ചേർത്ത് പറയാണ്. സ്രഷ്ടാവ് സൃഷ്ടിച്ചപ്പോൾ, ഡോക്ടർ ഇവിടെ ഉണ്ട്, മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ട്, ബാക്കി ബയോളജി പഠിച്ചവരുണ്ട്, എന്റെ സ്റ്റുഡൻസ് ഉണ്ട്. പുരുഷനെ സംബന്ധിച്ച് സ്രഷ്ടാവ് അവന്റെ സെക്സ് ഓർഗനായ ടെസ്റ്റക്കിൾ അവന്റെ ബോഡിയുടെ പുറത്താണോ വെച്ചത് അതോ ബോഡിക്ക് അകത്താണോ വെച്ചത്? പുറത്ത്. എന്തേ, അള്ളാഹു മണ്ടനാണോ? ഇതങ്ങെടുത്ത് അകത്ത് വെച്ചിരുന്നാ പോരായിരുന്നോ? അപ്പൊ എന്തിനാ പുറത്തു വെച്ചത്? എന്തിനാ പുറത്തു വെച്ചത്? ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടെമ്പറേച്ചറിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി കുറച്ച് മാത്രമേ നിന്റെ മകന്റെ ടെസ്റ്റക്കിളിൽ അടിക്കാൻ പാടുള്ളൂ. ഇത് CBSE 8 CBSE ആണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളുടെ മക്കൾ CBSE ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 22 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്ന് കൈപൊക്കിയേ. അതിൽ 10-ാം ക്ലാസ്സിൽ താഴെ 10-ാം ക്ലാസ് 9-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കൈപൊക്കിയേ. മോളോട് എന്റെ ചോദ്യം, 8th CBSE ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ലൗഡർ. ശരിയാണ്. പലർക്കും ഇത് പറയുന്നത് മനസ്സിലാവില്ല. ചിലർ ഞരമ്പ് രോഗികളായതുകൊണ്ട് ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞാലും പറയും സാറ് മോശം പറയുന്നു, പറയാൻ സമ്മതിക്കില്ല.
അറിയാൻ ആഗ്രഹമുള്ളവർ കണ്ണുകൾ മുഴപ്പിച്ചിരിക്കും. ഇതുപോലെ തന്നെ വളരെ സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ആവേശത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ സ്രഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചത് പല പല രീതിയിൽ പ്രത്യേക കെയർഫുള്ളോടുകൂടിയാണ് നിന്റെ മകനെ സൃഷ്ടിച്ച് കയ്യിൽ തന്നത്. അവന്റെ ടെസ്റ്റിസിനെ ബോഡിയുടെ പുറത്ത് ഹാങ് ചെയ്തുകൊണ്ട്. ഇനിയാണ് നമ്മൾ ചെയ്യുന്നത് എന്താ? ടൈറ്റ് അണ്ടർ ഗാർമെന്റും ടൈറ്റ് ജീൻസും വാങ്ങിച്ചു കൊടുത്ത്. കേരളത്തിലെ ഇന്ന് ചൂടെത്രയെന്നറിയാമോ? 42. ഇതിനി അങ്ങോട്ട് കുറയുമോ കൂടുമോ? കൂടും. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. പടച്ചോൻ നമുക്ക് തന്ന ബോഡി ടെമ്പറേച്ചറിനേക്കാൾ എത്രയോ ഡിഗ്രി ടെമ്പറേച്ചർ കൂടുതലാണ് ഭാവിയിൽ മക്കളാകാൻ ദൈവം തന്നിരിക്കുന്ന നിന്റെ മക്കളുടെ റീപ്രൊഡക്ടറി ഏരിയയിലെ ചൂടിന്റെ അളവിനെ കുറിച്ച് ഊഹിക്കാൻ പോലും പറ്റൂല. അപ്പൊ ചൂട് കൂടിയാൽ DNA വിൽ ഡീനേച്ചർ എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളിപ്പോ കേൾക്കുന്നുണ്ടാകും, ടെക്നോളജികൾ കൂടി വരികയല്ലേ? അതിന്റെ ഫലമായി ആശുപത്രികളുടെ എണ്ണം കൂടി വരുന്നോ കുറഞ്ഞു വരുന്നോ? കൂടി വരുന്നു. ഇന്ന് പല ഹോസ്പിറ്റലുകളുടെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഗൈനക്കോളജിക് ആൻഡ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ മക്കളുണ്ടാവാത്ത പുതിയ തലമുറ കുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് പോരൂ, ഒരു 5 മുതൽ 10 ലക്ഷം രൂപയും കൂടെ എടുത്തോളൂ, ഞങ്ങൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു തരാം. ശരിയല്ലേ? എന്താ പുതിയ കല്യാണങ്ങളിൽ പയ്യന്മാരുടെ പ്രോബ്ലം, ആൺകുട്ടികളുടെ പ്രോബ്ലം? കൗണ്ട് ഇല്ല, ആക്ടിവിറ്റി ഇല്ല, മോട്ടിലിറ്റി ഇല്ല, ഗുണനിലവാരമുള്ള സ്പേം ഇല്ല. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ ഇരിക്കുന്നവരിൽ മിക്കവരും ഗുണനിലവാരമുള്ളവരാണ്. എന്താ കാരണമെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, മുമ്പ് നമ്മുടെ ഉപ്പാപ്പ അല്ലെങ്കിൽ ഉപ്പ വാപ്പ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പുപ്പ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ വാപ്പ തന്നെ നമ്മുടെ ഉമ്മാന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു 4 വട്ടം അല്ലെങ്കിൽ ഉപ്പുപ്പ ഉമ്മുമ്മയുടെ ഫ്രണ്ടിൽ കൂടെ ഒരു 4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതേ ഉള്ളൂ. കൊച്ചുവാപ്പയും വലിയ വാപ്പയും മാമിയും കുഞ്ഞമ്മയും വലിയച്ഛനുമായിട്ട് വീട്ടിൽ കുറെ പേരിരിപ്പുണ്ട്. അവിടെ ഒരു ഗൈനക്കോളജിക് പ്രോബ്ലവും വന്നില്ല. റൈറ്റ്? ശരിയല്ലേ? ഇന്ന് മെഴ്സറസ് ബെൻസ് കയറി കാർ ഓടിച്ചിട്ട് പോലും ഒരു രക്ഷയില്ല. ഒരു നല്ല കൊച്ചിനെ കിട്ടാനായി ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? നമ്മുടെ ആൺകുട്ടി എന്ന് പറയുന്ന ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുള്ളതല്ല, മാതാപിതാക്കളുടെ മൊബൈൽ ഫോൺ മക്കൾ ഉപയോഗിക്കുന്നത് കാണാറുള്ള മാതാപിതാക്കളൊന്ന് കൈപൊക്കിയേ. പൊങ്ങൂല്ല, കൈ പൊങ്ങൂല്ല. കൈ പൊങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. താത്തിട്ടോളൂ. ആ മൊബൈലുകൾ മാതാപിതാക്കൾ ഉള്ളപ്പോഴും മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ഗെയിം കളിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മാതാപിതാക്കൾ ഇല്ലാത്ത സമയത്തോ മറ്റു സമയങ്ങളിലും ഇന്റർനെറ്റിലും മൊബൈലുകളിൽ ഇന്റർനെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഇന്ന് കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. പലതും ഡൗൺലോഡ് ചെയ്താൽ നമ്മളിപ്പോ ഇന്റർനെറ്റിൽ തന്നെ ഭക്തിപൂർവം നല്ലൊരു കാര്യം വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വള്ളത്തോളിന്റെ കവിത വായിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമുക്കറിയാം ആ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ അറ്റത്ത് വരും ഒരു ലിങ്കറി അല്ലെങ്കിൽ തുണിയില്ലാത്തൊരു ക്ലിപ്പ്. നമ്മൾ എഴുത്തച്ഛന്റെ വള്ളത്തോളിന്റെ കവിതയിൽ നിന്ന് നേരെ പറന്ന ക്ലിപ്പിലോട്ട് കയറും. പിന്നെ അതിലൂടെ നേരെ മറ്റൊരു ലോകത്ത് ചെന്ന് വീഴും. അവിടെ നിന്ന് പിന്നെ മുക്തിയില്ല. അപ്പൊ നിങ്ങളുടെ മക്കൾ വീണ്ടും അടിമകളായില്ലേ? ആരുടെ അടിമ? മൊബൈൽ ഫോണുകളുടെ അടിമ. പടച്ചോൻ നമ്മളെ സൃഷ്ടിച്ചത് എങ്ങനെയായിട്ടാണ്? ഉടമയായിട്ട്. ഏതിന്റെ ഉടമയായിട്ട്? ഏതിന്റെ ഉടമയായിട്ട്? വസ്തുവകകളുടെയും ബിസിനസിന്റെ അല്ല. നിന്റെ കണ്ണുകൾക്കുടമ, നിന്റെ ചെവികൾക്കുടമ, നിന്റെ നാക്കുകൾക്കുടമ, നിന്റെ ഇന്ദ്രിയങ്ങൾക്കുടമ. എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്നത് ഈ ശരീരമാണോ അതോ റൂഹാണോ? റൂഹ്. ഞാനെന്ന റൂഹ് ദൈവികമായ ജ്ഞാനം കൊണ്ട് ശക്തമായി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നിടത്ത് എന്റെ കണ്ണ് നിൽക്കണ്ടേ? വേണ്ട അല്ലേ? ഞാൻ വിചാരിക്കുന്നിടത്ത് എന്റെ ചെവി നിൽക്കണ്ടേ? ഞാൻ വിചാരിക്കുന്നിടത്ത് എന്റെ നാക്ക് നിൽക്കണ്ടേ? അങ്ങനെ നിഷ്ഠയും കൃത്യമായി ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയല്ലേ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയിലൂടെ ആ 1 മാസം നീണ്ടു നിൽക്കുന്ന റംസാൻ നോമ്പെന്ന ട്രെയിനിങ് ക്യാമ്പ് വന്നത്? ശരിയല്ലേ? അല്ലേ? ആണ്. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ആകെ ആ 1 മാസം മാത്രമേ കിട്ടുന്നുള്ളത് കൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞത് റംസാൻ നോമ്പെന്ന് പറയുന്നത് പറ്റുമെങ്കിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കാരണം എന്താ? അത്രത്തോളം വ്യക്തികളിൽ നിയന്ത്രണങ്ങൾ കൂടിയേനെ. റൈറ്റ്?
അപ്പൊ നിയന്ത്രണം ഉള്ളതാണോ നിയന്ത്രണം ഇല്ലാത്തതാണോ യഥാർത്ഥത്തിൽ ഗുണം നല്ലതെന്ന് ആലോചിച്ച് നോക്കിയേ. സിമ്പിൾ എക്സാമ്പിളിലൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ 2 ജർമ്മൻ ഷെപ്പേർഡ് പട്ടിക്കുട്ടികളെ വാങ്ങിച്ചു. എന്റെ വീട്ടിലും 5000 രൂപ കൊടുത്തൊരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിക്കുട്ടി, രാമേന്ദ്ര സാറിന്റെ വീട്ടിലും 5000 രൂപ കൊടുത്ത് ഒരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിക്കുട്ടി, നമ്മളെ രണ്ടുപേരുടെയും വീട്ടിൽ. രാമേന്ദ്ര സാറിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിക്ക് നല്ല ട്രെയിനിങ്ങുകൾ കൊടുത്ത് അതിനെ നിയന്ത്രിച്ച് കുഞ്ചിലെ വളർത്തിയതിന്റെ ഫലമായി ആ വീട്ടിൽ രാവിലെ പത്രം കൊണ്ടിടുമ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് അത് കടിച്ചെടുത്ത് കൊണ്ടുതരുന്നു. ദെൻ മുതലാളി പോകാനായിട്ട് ഇറങ്ങുമ്പോൾ മൊബൈൽ എടുത്തുകൊണ്ട് തരുന്നു, കാറിന്റെ കീ എടുത്തുകൊണ്ട് തരുന്നു, കള്ളൻ വരുമ്പോൾ കൃത്യമായി കുരയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ രാമചന്ദ്രൻ സാറ് ആഗ്രഹിക്കുന്നോ അതിനേക്കാൾ ഒരുപടി മെച്ചമായി രാമേന്ദ്ര സാറിന്റെ അവിടുത്തെ ആ ട്രെയിനിങ് ഉള്ള ജർമ്മൻ ഷെപ്പേർഡ് പ്രവർത്തിക്കുന്നു. പിക്ചർ കിട്ടിയല്ലോ. ഇനി ഞാൻ ആരായി? ഞാൻ പുരോഗമനാശയക്കാരൻ. പടച്ചോനില്ല, ഖുർആനില്ല, ദൈവമില്ല, ബൈബിളില്ല, ഭഗവത്ഗീതയില്ല, ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയത്, ഇതൊക്കെ കാട്ടിക്കളയൂ. ഞാൻ പുരോഗമനാശയത്തിന്റെ അതിതന്ത്രശാലിയായ സൂത്രക്കാരൻ, അതുകൊണ്ട് ഇതെല്ലാം കളയൂ. നീയായ എന്റെ പട്ടിക്കുട്ടി, നീ ഇഷ്ടം പോലെ വിഹരിച്ചോളൂ, നീ ഇഷ്ടം പോലെ സഞ്ചരിച്ചോളൂ. കാരണം നീ സ്വതന്ത്ര ചിന്ത നിനക്ക് വന്നാൽ മാത്രമേ നിന്റെ ബുദ്ധി മുഴുവൻ പുറത്തോട്ട് വരൂ. അതുകൊണ്ട് മക്കളെ അഴിച്ചുവിട്ട് വളർത്തിക്കൊള്ളൂ, നിയന്ത്രിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പട്ടിക്കുട്ടിയെ അഴിച്ചുവിട്ട് വളർത്തി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോ എന്റെ പട്ടിക്കുട്ടി ഒരു കാൽ ഒടിഞ്ഞ് മൊണ്ടി വരുന്നു. കാരണം എന്താ? നിയന്ത്രണമില്ലാത്തവൻ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് കയറിയപ്പോ നാട്ടുകാർ കൈയടിച്ച് തല്ലിയൊടിച്ചു. ഇത് കഴിഞ്ഞ് കുറെ നാളൂടെ കഴിഞ്ഞപ്പോ എന്റെ പട്ടിക്കുട്ടി വഴിയിൽ ചത്തു കിടക്കുന്നു. ഈ നാട്ടുകാർ വിഷം വെച്ച് കൊന്നു. കാരണം ഇതിനെ സഹിക്കാൻ പറ്റുന്നില്ല. ഇത് തന്നെയല്ലേ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ വക്കത്ത് ഒരു പയ്യനെ 3-4 പയ്യന്മാർ റോഡിലിട്ട് അടിച്ച് കൊല്ലുന്ന ഒരു ക്ലിപ്പ് വാട്സാപ്പിലൂടെ ലോകം മുഴുവൻ പരന്നപ്പോ നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും കണ്ടു കാണുമല്ലോ. ശരിയല്ലേ? അല്ലേ? ആണ്. ഇവിടെ എവിടെയാ പിഴച്ചത്? ചെറുതിലെ നടക്കേണ്ട വഴി കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ആ വഴിയിലൂടെ കൃത്യമായി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിന് പകരം പുരോഗമന ആശയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ മാതാപിതാക്കളിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി പുതിയ പുതിയ തന്ത്രങ്ങളും പരിപാടികളും വന്നപ്പോ നമ്മൾ അതിൽ ആകൃഷ്ടരായി വീണപ്പോ നമ്മൾ എന്തു ചെയ്തു? നമ്മൾ അനുകരണം തുടങ്ങി. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? ആശയം പഠിപ്പിച്ചിരിക്കുന്നത് അനുകരണത്തെ അനുവദിക്കുന്നില്ല. മൊത്തത്തിൽ വ്യത്യസ്തമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മളോ അനുകരണപ്രിയർ. ശരിയല്ലേ? ആലോചിക്കും. അപ്പൊ നിയന്ത്രണം ഏറെ വേണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നു, നമുക്ക് നിയന്ത്രണമില്ല. ശരിയല്ലേ? ആണ്. അപ്പൊ എന്തൊക്കെ അതിൽ വിഭാവന ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെയാണോ നമുക്ക് തന്നിരിക്കുന്നത്, അതിൽ നിന്നും വ്യത്യസ്തമായി പോകുമ്പോൾ ആരാണ് ഞാൻ? ചിന്തിക്കുക. ഈ ഇരിക്കുന്ന ഞാൻ ഇന്നിവിടെ, നിങ്ങൾ എന്തിനാണ് ഈ അബുദാബി